നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ. പ്രധാന വാർത്തകൾ. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞു, ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്ക്. സംഭവം ബുധനാഴ്ച പുലർച്ചെ മൂർക്കാട്ടിപ്പടിയിൽ. കുറിച്ചിത്താനത്ത് കുട്ടി പോലീസ് പരിശീലനത്തിന് തുടക്കം. കുറവലങ്ങാട് മേഖലയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇതാദ്യം. കോഴ ജംഗ്ഷൻ വികസനം കാത്തിരിപ്പ് നീളുന്നു, പ്രതീക്ഷ ഇനി MC റോഡ് വികസനത്തിൽ. ഒടുവിൽ പൊതുമരാമത്ത് രംഗത്തിറങ്ങി, ദിശാബോധങ്ങൾക്ക് വെളിച്ചമായി. അനാസ്ഥയുടെ പര്യായമായി കുറവിലങ്ങാട് പഞ്ചായത്ത് പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം. വാർത്തകൾ വിശദമായി. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞു, ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്ക്. സംഭവം ബുധനാഴ്ച പുലർച്ചെ മൂർക്കാട്ടിപ്പടിയിൽ. ചേർത്തല സ്വദേശിയാണ് മരിച്ചത്. ഒരാളുടെ മരണത്തിന് 4 പേർക്ക് പരിക്കേൽക്കാനും ഇടയായ സംഭവം ചൊവ്വാഴ്ച രാത്രി 11:30 മുളക്കുളം മൂർക്കാട്ടിപ്പടിയിലായിരുന്നു. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞാണ് നിർമ്മാണ തൊഴിലാളിയായ യുവാവ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ചേർത്തല തോന്നൽ നെല്ലിപ്പനത്തറ സുന്ദരേശൻ ആണ് മരിച്ചത്. മൂർക്കാട്ടിപ്പടിക്ക് സമീപം നടക്കുന്ന കെട്ടിട നിർമ്മാണത്തിനെത്തി തൊഴിലാളികൾ സഞ്ചരിച്ച പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 11:00 തലയോലപ്പുറം ഭാഗത്തു നിന്നെത്തിയ ജീപ്പ് നിയന്ത്രണം വിട്ട് വളവിൽ മറിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. തലകീഴായി 3 തവണ മറിഞ്ഞ ജീപ്പിൽ നിന്ന് തൊഴിലാളികൾ തെറിച്ചുപോയി. ഗുരുതരമായി പരിക്കേറ്റ സുന്ദരേശനെ നാട്ടുകാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. മറ്റു തൊഴിലാളികൾ കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. കുറിച്ചിത്താനത്ത് കുട്ടി പോലീസ് പരിശീലനത്തിന് തുടക്കം. കുറവിലങ്ങാട് മേഖലയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇതാദ്യം. കുറിച്ചിത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 44 വിദ്യാർത്ഥികളുടെ ആദ്യ പരേഡ് നടന്നു. പരിശീലനം മരങ്ങാട്ടുപള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി പ്രകാരം ജില്ലയിൽ 10 സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമാണ് കുറിച്ചിത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 44 വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനം ആരംഭിച്ചിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ 22 പെൺകുട്ടികൾക്കും 22 ആൺകുട്ടികളും അടക്കം 44 വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. 140 വിദ്യാർത്ഥികളാണ് പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷിച്ചത് എങ്കിലും ശാരീരിക കായികക്ഷമതാ പരീക്ഷയിൽ 44 വിദ്യാർത്ഥികളാണ് വിജയം വരിച്ചത്. തുടർന്ന് രക്ഷകർത്താക്കളുടെ സമ്മതപത്രം കരഗതമാക്കി 44 വിദ്യാർത്ഥികളുടെ പരിശീലനം ആരംഭിക്കുകയായിരുന്നു. മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിലെ ASI KT തോമസ് ആണ് ട്രെയിനിംഗ് ഇൻസ്പെക്ടർ. കഴിഞ്ഞ വർഷം ജില്ലയിൽ 7 സ്കൂളുകളിലാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി നടപ്പിലാക്കി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. പാലാ DYSPയുടെ കീഴിലുള്ള ഒരു സ്കൂൾ എന്ന നിലയിലാണ് കുറിച്ചിത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. നിയമത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക, വിദ്യാർത്ഥികളിൽ പൗരബോധം, സമത്വബോധം, മതേതര വീക്ഷണം, അന്വേഷണത്വര, നിരീക്ഷണപാഠവും, നേതൃത്വശേഷി, സാഹസിക മനോഭാവം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തുക, വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധതയും സേവനസന്നദ്ധയും സജീവ സ്നേഹവും വളർത്തുക, സാമൂഹിക തിന്മകളായ തീവ്രവാദം, വിഘടനവാദം, വർഗീയത, ജാതീയത, ലഹരിഭ്രമം തുടങ്ങിയവയ്ക്കെതിരെ പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും വിദ്യാർത്ഥികളെ സജ്ജരാക്കുക, ആഭ്യന്തര സുരക്ഷ, കുറ്റകൃത്യ നിവാരണം, ക്രമസമാധാന പാലനം, ഗതാഗത നിയന്ത്രണം, സാമൂഹ്യ സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പോലീസ് സേനയോടൊപ്പം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടി പോലീസിനെ തയ്യാറാക്കുന്നത്. പദ്ധതി പരിശീലനത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സ്കൂൾ ഉപദേശക സമിതി തലത്തിലും പ്രത്യേക കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. കോഴ ജംഗ്ഷൻ വികസനം കാത്തിരിപ്പ് നീളുന്നു, പ്രതീക്ഷ ഇനി MC റോഡ് വികസനത്തിൽ. വികസനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സംസ്ഥാന സീഡ് ഫാമിന്റെ സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകുന്നതിലെ കാലതാമസം. അഞ്ചീശ്വരന്മാരുടെ പുണ്യഭൂമി എന്നറിയപ്പെടുന്ന കോഴ ജംഗ്ഷന്റെ വികസനം സംബന്ധിച്ച് ആവശ്യമുയർന്നിട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. അന്തരിച്ച VK രാജൻ ഇടതുപക്ഷ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കെ കൃഷിവകുപ്പ് സെക്രട്ടറിയായിരുന്ന PK മൊഹന്തി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് മുതൽ കോഴ ജംഗ്ഷന്റെ വികസനത്തിനായുള്ള മുറവിളി ഉയരുകയാണ്. ഇടത് വലത് മുന്നണി മന്ത്രിസഭകൾ മാറി മാറി വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും കോഴ ജംഗ്ഷൻ വികസനം മാത്രം നടന്നില്ല. മോൻസ് ജോസഫ് MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കോഴ ജംഗ്ഷന്റെ വികസനത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയും എങ്കിലും പൂർണ്ണമായി വിജയം കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കോഴ പാലാ റോഡും MC റോഡും സന്ധിക്കുന്ന കോഴ ജംഗ്ഷനിൽ വളവ് നിവർത്തി ജംഗ്ഷൻ വികസിപ്പിക്കണമെന്ന ആവശ്യത്തിന് തലമുറകൾ തന്നെ പഴക്കമുണ്ടെന്ന് തീർച്ചയായും പറയുവാൻ കഴിയും. സംസ്ഥാന സീഡ് ഫാമിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകി കോഴ ജംഗ്ഷൻ വികസിപ്പിക്കാൻ നടപടിക്രമങ്ങളാണ് മന്ത്രിസഭകൾ ഓരോന്നോരോന്നായി സ്വീകരിച്ചു വന്നത്. എന്നാൽ സംസ്ഥാന സീഡ് ഫാമിന്റെ ഭൂമി പൊതുമരാമത്ത് വകുപ്പിലേക്ക് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതുവരെയും പൂർത്തീകരിക്കാത്തതാണ് കോഴ ജംഗ്ഷൻ വികസനം നീളുന്നത്
എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കോഴ പാല റോഡ് വികസനം നടപ്പിലാക്കിയപ്പോൾ കോഴ ജംഗ്ഷൻ വികസിക്കുമെന്ന പ്രതീക്ഷ നാടിനുണ്ടായിരുന്നു. എന്നാൽ കോഴ പാല റോഡ് വികസനം ഉണ്ടായിട്ടും കോഴ ജംഗ്ഷന്റെ വികസനത്തിൽ മാത്രം കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് KSTP സംസ്ഥാനം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ കോഴ ജംഗ്ഷന് വികസനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കോഴ ജംഗ്ഷനിൽ ബസ് വേ അടക്കമുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുകയും ജംഗ്ഷൻ വികസിപ്പിക്കുകയും KSTP പദ്ധതിയിലൂടെ നടപ്പിലാക്കാമെന്ന് ജനപ്രതിനിധികൾ മാറി മാറി ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ MC റോഡ് വികസനം അനിശ്ചിതമായി നീളുന്നതോടെ കോഴ ജംഗ്ഷൻ വികസനവും എങ്ങും എത്താത്ത സ്ഥിതിയിലേക്ക് നീളുകയാണ്. ഇതിനിടെ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് കോഴ ജംഗ്ഷനിൽ നിൽക്കുന്ന ആലും മാവും പ്ലാവും ചേരുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നതിനെതിരെ പ്രതിഷേധമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. കോഴയുടെ ആത്മാവിനെ മുറിച്ചു മാറ്റരുതെന്ന പരസ്യ പ്രചരണ ബോർഡ് സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാർ രംഗത്ത് എത്തിയിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ ഒരു വഴിക്ക് നീളുമ്പോഴും ജംഗ്ഷൻ വികസനം അനിശ്ചിതമായി നീളുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ വളരെ അപൂർവമായിട്ട് കാണുന്നതാണ് ആലും മാവും പ്ലാവും കൂടെ ഒന്നിച്ച് നിൽക്കുന്നത്. ഇത് വളരെ നല്ലതാണ്. കോഴയുടെ തന്നെ ഒരു ഐശ്വര്യമാണിത്. ഇത് സംരക്ഷിച്ചുകൊണ്ട് വേണം വഴിയുടെ വികസനം നടക്കുമ്പോൾ ഇത് സംരക്ഷിച്ചുകൊണ്ട് വേണം വഴിയുടെ വികസനങ്ങൾ നടക്കാൻ. വളരെ കാലഘട്ടങ്ങളായി ഇത് നല്ല രീതിയിൽ നല്ല തണലും ജനങ്ങൾക്ക് നല്ല ആശ്വാസവും നൽകിക്കൊണ്ട് വളർന്ന ഒരു വൃക്ഷമാണ്. ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് വേണം കോഴയുടെ വികസനങ്ങൾ നടക്കാൻ. ഒരു റൗണ്ടാനെ ആയിക്കൊണ്ട് വിരിച്ചുകൊണ്ട് കോഴ ഈ മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വേണം കോഴയുടെ വികസനങ്ങൾ നടപ്പാക്കാനെന്ന് വ്യക്തമായിട്ട് ഇവിടുത്തെ പൊതുജന സമൂഹം വ്യക്തമായിട്ട് പറയുന്നു. ഒടുവിൽ പൊതുമരാമത്ത് രംഗത്തിറങ്ങി. ദിശാബോർഡുകൾക്ക് വെളിച്ചമായി. കോഴ പാല റോഡിൽ കോഴ ജംഗ്ഷന് സമീപമാണ് പച്ചില പടർപ്പുകൾ നിറഞ്ഞ ദിശാബോർഡിന് ശവമോഷമായത്. നടപടി മാധ്യമങ്ങളിലെ വാർത്തയെ തുടർന്നു. ഒടുവിൽ പൊതുമരാമത്ത് അധികൃതരാണ് രംഗത്തെത്തിയത്. കോഴ പാല റോഡിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് KSTP ബോർഡുകൾ സ്ഥാപിച്ചത്. എന്നാൽ ദിശാ ബോർഡുകളേറെയും പച്ചിലപ്പടർപ്പുകൾ നിറഞ്ഞ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഉപകാരപ്രദമല്ലാത്ത സാഹചര്യത്തിൽ എത്തുകയായിരുന്നു. ഈ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് അധികൃതർ രംഗത്തെത്തി കോഴ കവലയ്ക്ക് സമീപമുള്ള ബോർഡിലെ പച്ചിലപ്പടർപ്പുകൾ നീക്കി ബോർഡ് യാത്രക്കാർക്കും വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ 17 കിലോമീറ്റർ വരുന്ന കോഴയിൽ നിന്ന് പാലാ വരെയുള്ള റോഡിൽ പലയിടങ്ങളിലും പച്ചിലപ്പടർപ്പുകൾ തിങ്ങി നിറഞ്ഞാണ് ബാക്കി ബോർഡുകളും സ്ഥിതി ചെയ്യുന്നത്. ഇതിനേക്കാൾ ഉപരി വൈരുദ്ധ്യം ഒരു നാടിനെ തന്നെ അപമാനിക്കത്തക്ക രീതിയിലാണ് കോഴ എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. കോഴ എന്ന ദീർഘത്തോടു കൂടിയുള്ള പദത്തെ കോഴ എന്നാക്കി മാറ്റിയാണ് KSTP ബോർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനാസ്ഥയുടെ പര്യായമായി കുറവിലങ്ങാട് പഞ്ചായത്ത് പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം. ആയിരങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച സംസ്കരണ കേന്ദ്രം നാൽക്കാലികളുടെയും തെരുവ് നായ്ക്കളുടെയും സ്വൈര്യവിഹാര കേന്ദ്രം. പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ കാർഷിക മേഖലയ്ക്ക് കരുത്തേകാനാണ് വർഷങ്ങൾക്ക് മുമ്പ് കുറവലങ്ങാട് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് പഴം പച്ചക്കറി സംസ്കരണത്തിനായി പുതിയ കെട്ടിട സമുച്ചയം തീർത്ത് ഈ രംഗത്ത് കരുത്തേകാൻ അന്നത്തെ ജനപ്രതിനിധികൾ തീരുമാനിച്ചത്. എന്നാൽ പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം എന്ന പേരിൽ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഇന്ന് കന്നുകാലികളുടെയും ഇഴജന്തുക്കളുടെയും സ്വൈര്യവിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കുറവലങ്ങാട് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യ മാംസ മാർക്കറ്റിന് സമീപമാണ് ബൈപ്പാസ് റോഡിന് പാർശ്വത്തായി പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം നിർമ്മിച്ചത്. പഴം പച്ചക്കറി സംസ്കരണത്തിനായി കേന്ദ്രം നിർമ്മിച്ചതൊഴിച്ചാൽ 1 ഇഞ്ച് പോലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനുശേഷം പലതവണ പഞ്ചായത്ത് ഭരണസമിതികൾ മാറി വന്നുവെങ്കിലും കാർഷിക മേഖലയ്ക്ക് ഏറെ സഹായകരമാകുന്ന ഇതിന് തുടർ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ജനപ്രതിനിധികൾ തയ്യാറായില്ല എന്നുള്ളതാണ് പദ്ധതി അവതാളത്തിലാകുവാൻ ഇടയാക്കിയിരിക്കുന്നത്. സംസ്കരണ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ആയിരക്കണക്കിന് വരുന്ന രൂപ പാഴ്ചെലവിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ്. കശാപ്പിനെത്തിക്കുന്ന നാൽക്കാലികളെയും കറങ്ങി നടക്കുന്ന തെരുവ് നായ്ക്കളുമാണ് ഇവിടെ താവളമാക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ഏറെ സഹായകരമാകുന്ന രീതിയിൽ പഴവും പച്ചക്കറികളും സംസ്കരിക്കുവാൻ അധികൃതർ തയ്യാറായാൽ പഞ്ചായത്തിലെ കാർഷിക മുന്നേറ്റത്തിന് തന്നെ ഇത് വഴിയൊരുക്കുമെന്നിരിക്കെയാണ് അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത്.